ആദ്യമേ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു വ്യക്തിയെ കൊലപാതക ശ്രമം എന്നുള്ള രീതിയിൽ, ഒരാളെ കൊന്നു എന്നുള്ള രീതിയിൽ കേസ് ഫയൽ ചെയ്ത് സൊസൈറ്റിയുടെ മുമ്പിൽ നാണം കെടുത്തിയ മാധ്യമമായ ഏത് ചാനലായാലും, മനോരമയായാലും റിപ്പോർട്ടറായാലും ഇനി മറ്റേ അങ്കിൾ മാമൻ അവരൊക്കെ ആണെങ്കിലും ഏവനൊക്കെയായാലും ഇവൻ്റെയൊക്കെ പേരിൽ നട്ടലുള്ള ഒരു ജഡ്ജി കേരളത്തിലുണ്ടെങ്കിൽ, സുപ്രീം കോർട്ട് അല്ലെങ്കിൽ ഹൈക്കോർട്ട് ജഡ്ജിയായിട്ടൊക്കെ ഇരിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുകയും ഈ വ്യക്തിക്ക് മാനനഷ്ട പരിഹാരമായി 25 ലക്ഷം മുതൽ 50 ലക്ഷം രൂപ വരെ നഷ്ടപരിഹാരം. കാരണം അത്രയ്ക്ക് മാത്രം ഇമേജ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇമാതിരിയുള്ള ഒരു ഹർത്താൽ നടക്കുമ്പോൾ ഇന്ത്യയിൽ പോട്ടെ, കേരളത്തിലുള്ള ഒരു പൊതു രാഷ്ട്രീയക്കാർ, കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും RSS ആയാലും മാമാപ്പണി ചെയ്യരുത്. ഇങ്ങനത്തെ ഡാപ്പർ പണികൾ ചെയ്യരുത്. കാരണം അവർക്കും അവകാശമുണ്ട്. എല്ലാ മനുഷ്യനും ഇവിടെ ജീവനും സ്വത്തിനും സമ്പത്തിനും അവരുടെ നിലനിൽപ്പിനുള്ള സമരങ്ങൾ ചെയ്യാനും ഹർത്താൽ നടത്താനും എന്തിനേയും പ്രതികരിക്കാനുള്ള അധികാരം ഇവിടെ ഉണ്ട്. എന്നാൽ മറ്റുള്ള വാഹനങ്ങളും മറ്റൊരു അടിച്ചു പൊട്ടിക്കുകയോ ആക്രമിക്കുകയോ ചെയ്യുന്ന സമയത്ത് കേസെടുക്കാനുള്ള നിയമവും ഭരണഘടനയിലുണ്ട്.